കഴിയുന്നതും റൂം എടുക്കുമ്പോൾ നല്ല റൂം എടുക്കുക, പ്രൈം ഏരിയയിലെടുക്കുക, നല്ല റൂം എടുക്കുക. 5 സ്റ്റാർ റേഞ്ച് റൂമൊക്കെ എടുക്കാം, കുഴപ്പമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫ്രീ ഉണ്ടാവും. പിന്നെ വാടക ഒരു 3000-4000 വരുള്ളൂ. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ഉണ്ടാവും. നമ്മളിപ്പോൾ പുതിയ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിക്കലില്ല, കാരണം രാവിലെ കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതിയ കഴിക്കലില്ല. 5 സ്റ്റാർ 4 സ്റ്റാർ സെലക്ട് ചെയ്താൽ മതി. ഒരു 3000-4000 റേഞ്ചിലേ വരത്തുള്ളൂ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ വെസ്റ്റേൺ ഗ്രാൻഡ് ഹോട്ടൽ സൈഗൺ. സൈഗൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹോച്ചിമിൻ സിറ്റിയുടെ പഴയ പേരാണ്. ഹോച്ചിമിൻ സിറ്റി നേരത്തെ ക്യാപിറ്റൽ ഹാനോയ് ആയിരുന്നു. ഹാനോയിൽ നിന്ന് മാറ്റി ഇവിടെ വന്നതിന് ശേഷമാണ് ഈ സൈഗൺ എന്നുള്ള പേര് മാറ്റി ഹോച്ചിമിൻ സിറ്റി എന്നാക്കിയത്. നമ്മുടെ യാത്ര ഇന്ന് ഈ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സിലോട്ടാണ്. ഇവിടെ വാർ മ്യൂസിയം ഉണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ ലോകത്തെ 3-ാമത്തെയോ 4-ാമത്തെയോ ഏറ്റവും ഹൈറ്റ് കൂടിയൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ അമേരിക്കയായിട്ട് യുദ്ധം ചെയ്തപ്പോഴത്തേക്കും ഒളിച്ചിരുന്ന ഹൂച്ചി ടണൽ എന്ന് പറയുന്നത് ഫേമസ് ആണ്. യഥാർത്ഥ ഹൂച്ചി ടണലൊന്നും ആയിരിക്കില്ല. ഇവർ അതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കിയിട്ട് ആ കാര്യങ്ങളാണെന്ന് പറയും. നമ്മൾ വയനാട് സന്തോഷ് ജോർജ് കുളങ്ങര നമ്മുടെ എൻ്റെ ഊരെന്നൊക്കെ ചെയ്തില്ലേ, അതുപോലത്തെ സെറ്റപ്പൊക്കെയാണ് എല്ലായിടത്തും. യഥാർത്ഥമായിരിക്കില്ല, പക്ഷെ അവരവരുടെ പ്രാചീന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ വരും. പക്ഷേ ഈ വരുന്നവർക്കൊന്നും ഇതൊന്നല്ല അവരുടെ കാഴ്ചകൾ. അവർ രാത്രി ആഘോഷങ്ങളാണ് ഇവിടെ കൂടുതൽ. ഇതൊക്കെ പകല് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ സജീവമാവുള്ളൂ. രാവിലെ ഒന്ന് പള്ളിയിലൊക്കെ പോയി ക്ഷേത്രത്തിൽ പോയി കട തുറക്കുന്നവർക്ക് ഇവിടെ കുറവാണ്. ഇവിടെ 11-12 മണിയൊക്കെ ആവും ഒന്ന് സജീവമായിട്ട് വരുമ്പോഴത്തേക്കും ടൗണൊക്കെ. ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങാണ്. ഇങ്ങനത്തെ ബിൽഡിങ്ങിൽ പോകുന്നത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ആ യുദ്ധം ചെയ്ത സാധനങ്ങൾ പോയി കാണാതെ വിചാരിച്ചിട്ടാവില്ല. അതൊക്കെ ഒന്ന് കണ്ട് ഇന്നത്തെ പരിപാടികൾ അതൊക്കെ. പക്ഷെ രാത്രി നിങ്ങൾക്ക് ഞാൻ ഒരു ഒരു വീഡിയോ ഇടുന്നുണ്ട്. ആ രാത്രി ഇവിടുത്തെ വൈബ്രൻ്റ് ഏരിയ ഇന്ന് രാത്രി ഇടുന്നുണ്ട്. വിൻ ടാക്സി എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ വിൻ ടാക്സി വരുന്നതുകൊണ്ട്, ഈ ഓട്ടോറിക്ഷ മാറി ഓൺലൈൻ ടാക്സി വരുന്നതുകൊണ്ട് ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത് ഈ പൈസ ലാഭം മാത്രമല്ല. ഒന്ന്, നാട്ടിൻ്റെ മുഖച്ഛായ മാറും. 2, ട്രാഫിക് ബ്ലോക്ക് അങ്ങ് മാറും. ഈ ആരാനും പൈസ മുടക്കിയിരിക്കുന്ന കടയുടെ മുമ്പിൽ കൊണ്ട് ഈ നിർത്തി ഓട്ടോറിക്ഷ ഇടുന്ന പരിപാടിയൊക്കെ മാറും. കസ്റ്റമറിന് ഇപ്പോൾ ഒരു കടയിലിറങ്ങി, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഇടവപ്പാറ റഷീദയിൽ ഇപ്പോൾ ഈ തുണി എടുത്തിട്ട് പുറത്തിറങ്ങി അവൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവൻ്റെ ഫ്രണ്ടിൽ കാർ നിൽക്കും. ഈ കാറുകൾ മൊത്തം ഏതെങ്കിലും ഒരു ചാർജിങ് പോർട്ട് ഏരിയയിലായിരിക്കും ഇവർ ഓട്ടോ ഇല്ലെങ്കിൽ നിൽക്കുക. അവരവിടെ ചാർജ് ചെയ്യും, കോൾ വരും, അവർ ഈ കാറും എടുത്തുകൊണ്ട് നേരെ പോകും. തൊട്ടടുത്തുള്ള ആൾ ആ കോൾ റിസീവ് ചെയ്യും. ഈ കാറ് അവിടെ പോയിട്ട് ആ ആളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. ഈ കടയുടെ ഫ്രണ്ടിൽ ലക്ഷങ്ങൾ മുടക്കിയിരിക്കുന്ന കടയുടെ ഫ്രണ്ടിൽ ക്യൂ ആയിട്ടിട്ട് അതുവഴി ആൾക്കാരെ പോകാനും സമ്മതിക്കാതെ കണ്ണുരുട്ടി കാണിച്ച് ഈ വക പരിപാടികൾ നിൽക്കും. അത് ഒന്നാമത്. പിന്നെ സമൂഹത്തിൽ വൃത്തി ഓട്ടോറിക്ഷ മാറുമ്പോൾ നമ്മളെ കേരളത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, ഏറ്റവും വലിയ മാറ്റം അത് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും വലിയ മാറ്റം ഓട്ടോറിക്ഷ മാറുന്നത് തന്നെയാണ്. നല്ല ഒരു സ്ഥലത്തും ഒരു കടയുടെ മുമ്പിലും ഓട്ടോറിക്ഷ പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ആവശ്യമില്ല. ആൾക്കാർക്ക് ഇറങ്ങി ഉടഞ്ഞ് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മിനിറ്റുകൾക്കകം കാർ എടുത്ത് വരും. പിന്നെ എന്തിനാണ് അവിടെ കാർ കാവൽ കിടക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഓൺലൈൻ ടാക്സി എല്ലാ സ്ഥലത്തും സജീവമാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയൊരു പുരോഗതിയിലുള്ള എടുത്തുചാട്ടം ഓട്ടോറിക്ഷ മാറി ഓൺലൈൻ ടാക്സി വരിക എന്നുള്ളതാണ്, സജീവമാവുക എന്നുള്ളതാണ്. ഓൺലൈൻ ടാക്സി സജീവമാവുന്നതാണ് ഒരു നാട്ടിൻ്റെ ആദ്യത്തെ പുരോഗതി. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ സിമ്പിളാണ് ഇവിടെ. കാരണം ക്ലൈമറ്റ് കൊണ്ട് ഇത് വലിയ സംഭവമായില്ല. വെളിയിലിറങ്ങി ചൂടടിച്ച് ആകെ പൊരിഞ്ഞു പോകും. അങ്ങനെ വലിയ സംഭവം പറയില്ല. ബിൽഡിങ്ങുകൾ കൊണ്ട് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. വൃത്തി. ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ, സിമ്പിളാണ്. 2 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ബസ് സ്റ്റോപ്പാണ്. നമ്മൾ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത് കണ്ടോ, ട്രാൻസ്ഫോമറാണ്. ഒരു KCB ഒക്കെ ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിൽ പോകുന്ന KCB ആണ്. പക്ഷെ നമ്മളെ KCB നിലവാരത്തിൽ മാത്രമേ ഇൻ്റർനാഷണൽ ഉള്ളൂ. അവരുടെ പെരുമാറ്റത്തിലുണ്ടാവില്ല. ട്രാൻസ്ഫോമറൊക്കെ അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കമ്പയർ ചെയ്തിട്ട് അതുപോലെ ട്രാൻസ്ഫോമർ മാറ്റാം. നമ്മളിത് എത്ര പൈസ എന്ന് പറയുമ്പോൾ എല്ലാം ഇവിടെ ഏകദേശം തൊട്ടടുത്ത് ട്രാൻസ്ഫോമർ ഉണ്ടാവും.
അടുത്ത ട്രാൻസ്ഫറാണ്. എക്സ്പെൻസ് കുറവാണ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു കടയുടെ മുമ്പിലും പാർക്കിംഗ് ഉണ്ടാവില്ല, ഈ നിരുത്തിയിട്ടേക്കുന്ന പാർക്കിംഗ്. ഞാൻ അടുത്ത ഒരു ഇവിടെ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ നമ്മുടെ മുണ്ടുമൊഴിയിലൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കാർ പാർക്ക് ചെയ്തു, പാല് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ കാർ പാർക്ക് ചെയ്ത് ബാക്കിൽ ഓട്ടോറിക്ഷക്കാരൻ വന്ന് ഇങ്ങനെ ഹാണടിച്ച് തന്നെ മാറ്റിക്കുക. പുള്ളിയുടെ അവകാശപ്പെട്ട സ്ഥലമാണത്. അവിടെ നമ്മൾ വണ്ടി കൊണ്ടിടുന്നത് തെറ്റാണ്. അതെനിക്ക് മനസ്സിലായി തെറ്റാണെന്നുള്ളത്. ഞാൻ ഉടനെ തന്നെ മാറ്റിക്കൊടുത്തു. ഇപ്പോൾ വാർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അമേരിക്കക്കെതിരെ അന്ന് അമേരിക്ക അടിച്ച് തകർത്ത വിമാനങ്ങളാണ്. അന്ന് യുദ്ധം ചെയ്ത ഏകദേശ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവരൊക്കെ ഇന്ത്യൻസാണ് കൂടുതൽ കേട്ടോ. ഇപ്പോൾ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇന്ത്യൻസ് കൂടുതലാണ്. ഇന്ത്യൻസ് നമ്മൾ ഫോറിൻ പാസ്പോർട്ട് ലൈനിലാണ് നമ്മൾ ഭയങ്കര നിൽക്കുക. നമ്മൾ ഫോറിനാണല്ലോ. ഇതൊക്കെ ബീരങ്കിയാണ്. ഇത് ആ സമയത്ത് യുദ്ധം ചെയ്ത അമേരിക്ക നിലം പരിശാക്കിയ സാധനങ്ങളാണ്. എല്ലാം കലക്കൻ സാധനങ്ങളാണ്. ഇത് യുദ്ധ സമയത്ത് സായിപ്പ് കുട്ടികളാണ്. ഇത് അന്ന് ഉപയോഗിച്ചതാണ് കേട്ടോ. അന്ന് ഉപയോഗിച്ച മൊത്തം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് ഇന്ന് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. ഇതാ മറ്റു സാധനങ്ങൾ. ഗുണ്ടുള ഇന്ന് ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ച് പെയിൻ്റൊക്കെ അടിച്ച് പൈസ ആക്കുക. വാർ റിമൈൻഡിങ് മ്യൂസിയം മസ്റ്റാണ് കേട്ടോ. ഇവിടെ വിയറ്റ്നാമിൻ്റെ ഫസ്റ്റ് 1ാം സ്ഥാനത്തിരിക്കുന്ന ഹോച്ചിമിൻ സിറ്റിയിൽ 1ാം സ്ഥാനത്തിരിക്കുന്ന വിസിറ്റിംഗ് ഏരിയയാണ്. കംപ്ലീറ്റ് സായിപ്പ് കുട്ടികളാണ്. അങ്ങോട്ട് കേട്ടോ ഒരുപാടുണ്ട്. ഇവിടെ ജയിലൊക്കെ ഉണ്ട് ഇനി അകത്ത് കയറുമ്പോഴത്തേക്ക്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കൻ പോരാളികളെ കൊണ്ടുവന്ന് ജയിലിൽ ഇവർ ഈ ഹൂച്ചി തണലിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ചിട്ട് ഇവന്മാർ ഈ ഗ്രൗണ്ട് വാർ സമയത്ത് ഇവരെ പിടിച്ചിട്ട് വന്ന് പൂട്ടിയിട്ടെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഇവരാകെ പേടിച്ച് ആ യുദ്ധം അവസാനിപ്പിച്ചതാണ്. അമേരിക്ക നിലം പരിശാക്കിയ രാജ്യമാണ് വിയറ്റ്നാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് പറ്റിക്കുക. ഈ സായിപ്പിളടുത്ത് എന്ത് പറഞ്ഞാലും പാവങ്ങളാണ് കേട്ടോ. പൊതുവെ അവർ വിശ്വസിക്കും. എന്ത് പറഞ്ഞാലും തലയാട്ടി കൊടുക്കും. അത് വിശ്വസിച്ചില്ലെന്നുള്ളതല്ല, അവരെല്ലാത്തിനും തലയാട്ടി കൊടുക്കും. പാവങ്ങളാണ്. ഇതൊക്കെയാണ്. ഇത് വെള്ളത്തിൽ കൂടെ പോയിട്ടുള്ള AK-47. AK-47 വെടിവെക്കാം കേട്ടോ. ഒറിജിനൽ തോക്ക് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒറിജിനൽ തോക്ക് ഇതിനുള്ളിൽ ഉപയോഗിക്കാം നമുക്ക്. ഇപ്പോൾ ഒരു 11 മണിയായി. ഇനി കുറച്ചൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുൾ തിരക്കാണ്. ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഒരു ചൂട് കുറച്ച് മാറിയതിന് ശേഷം എല്ലാവരും പുറത്തിറങ്ങുള്ളൂ ഇവിടെ. അത് ഇവിടെ നിന്നല്ല, ടൂറിസ്റ്റുകൾ മൊത്തവും. കാരണം ഈ സൂര്യപ്രകാശത്തിൻ്റെ ടാങ്ക് അടിക്കുന്ന പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മുടെ നാട് പോലെയല്ല, ചൂട് അസാധ്യ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മണി എല്ലാം കഴിഞ്ഞ ശേഷം അതൊക്കെ ഇറങ്ങുള്ളൂ. ഇതൊക്കെ ഉപയോഗിച്ച ഒറിജിനലാണ് കേട്ടോ. ഒറിജിനൽ വിമാനങ്ങളാണ്. ഇവർ ഇതിനൊക്കെ പ്രത്യേക സല്യൂട്ടൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് സല്യൂട്ടിങ് കൊടുക്കും. ഈ യുദ്ധം നിയന്ത്രിച്ച ആളാണ് ഹോച്ച്മൻ. ആ ഹോച്ച്മൻ്റെ പേരിലാണ് ഈ വിയറ്റ്നാം മൊത്തം. നമ്മൾ ചുമ്മാ ഒരു ഇഷ്ടമല്ലാതെ പേരിട്ടേന്നല്ല. ഇവിടെ ആൾക്കാർ ഹോച്ച്മൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചങ്ക. പുള്ളിയാണ് ആ യുദ്ധം നിയന്ത്രിച്ചത്. പുള്ളിയുടെ നിയന്ത്രണത്തിലാണ് യുദ്ധം പോയത്. ഇതിനുള്ളിലും കച്ചവടം ഇവിടെ മെയിനാണ്. ഇത് നമ്മുടെ വിയറ്റ്നാമിൻ്റെ ഒരു സ്പ്രേ ആണ്. വിയറ്റ്നാമിൽ തൊപ്പി നിർമ്മാണത്തിൽ ഈ ക്യാപ്പ് ഇവരുടെ ഒരു
സുവനീറാണ്. അപ്പോൾ അതേ ലെവലിൽ തന്നെയാണ് ഇത് തന്നെയാണ് വിയറ്റ്നാമിൻ്റെ പെൺകുട്ടികളുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. അതിൽ തന്നെയാണ് സ്പ്രേ. എല്ലാ സ്ഥലത്തും കച്ചവടം മെയിനാണ്. ആയിരത്തി 1965 അവർ യുദ്ധം ചെയ്ത കാര്യങ്ങളും മറ്റേതൊക്കെ ഇതിൻ്റെ അകത്ത് വരച്ച ചെയ്യുന്നത് സെയിം നമ്മൾ എൻ്റെ ഊര് പോലെ. അത് ഈ സന്തോഷ് ജോർജ് കുളങ്ങളുടെ ഒരു ഇതായിരുന്നു അത്. പുള്ളിയൊക്കെ ഒരുപാട് നല്ല, നമ്മൾ പുള്ളിയുടെ പരിപാടി കാണുമ്പോഴത്തേക്കും പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പുറത്തും പറയാവും. പുള്ളി ഈ വാവിട്ട് കരയാ, ഇങ്ങനെ വരണം അങ്ങനെ വരണം, ഇങ്ങനെയല്ല. ഈ സാധനവും അതുപോലെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയയാണ്. ഇത് ഒറിജിനലുണ്ട്. ഒറിജിനൽ കൃത്രിമമായിട്ടൊക്കെ ചെയ്യുന്നതാണ്. അന്ന് യുദ്ധങ്ങളൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയ ആ ബോട്ടിൽ നമുക്കിവിടെ സർവീസ് ചെയ്യാം. ഇവിടെ ഒന്നും എനിക്ക് പോകാൻ താല്പര്യത്തോണ്ട് ഞാൻ പോകുന്നില്ല. നമ്മളെ ചാലിയാർ പുഴ പോലത്തെ ഒരു പുഴയുടെ സൈഡിൽ ഇവർ കൃത്രിമമാണ്, ഇതൊന്നും നാച്ചുറൽ അല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ മെനക്കെടാൻ തയ്യാറല്ല. പിന്നെ ഇവിടെ ഒരു 3 ദിവസമേ ഉള്ളൂ. ഇന്ന് രാത്രി നമുക്ക് ഭയങ്കരമായ ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് ഇന്ന് രാത്രി ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ ഇന്നാവും. ഒരു വീഡിയോ ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. പമ്പ് ബോംബുട്ടേൻ്റെ ഒക്കെ ഒറിജിനൽ വീഡിയോസാണ്. ചൂട് അസാധ്യ. എ സിയാണ് ഇതിൻ്റെ അകത്ത്. പുറത്തുനിന്ന് വരുമ്പോൾ പുറത്ത് ഭയങ്കര ചൂടാണ്. ഈ ഏഷ്യൻ കൺട്രികളിൽ ചൂട് കുറച്ച് കൂടുതലാണ്. മഴ ഉണ്ടാവും, അപ്പോൾ മഴ ഉണ്ടാവും. പക്ഷെ എന്നാലും ചൂട് കുറച്ച് നമുക്ക് താങ്ങാൻ പറ്റില്ല. 42 ഡിഗ്രിയൊക്കെ പോകും ചൂട്. ഇതുണ്ടോ, ഇത് കണ്ടിട്ട് ഇവർ അന്ന് യുദ്ധം ചെയ്ത കാര്യങ്ങൾ ചെയ്യും. നമുക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് മഹാത്മാഗാന്ധിജി ഇന്ത്യയിൽ നിന്ന് ഓട്ടിച്ചതും, അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് അവിടെ ഒരു വലിയൊരു ഹാളിൻ്റെ അകത്ത് വാസ്കോ ഡി ഗാമ വന്ന് ഇറങ്ങിയതും, പുള്ളിക്കാരൻ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അന്നത്തെ നാട്ടുപ്രമാണികൾ സ്വീകരിച്ചതിൻ്റെയൊക്കെ മിനിയേച്ചർ ഉണ്ടാക്കിയാൽ മതി. സ്വീകരിച്ചതും അവർ കൊണ്ടുപോയതും വാസ്കോ ഡി ഗാമയ്ക്കൊക്കെ ഭയങ്കര ഫാൻസാണ്. ആ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ട് ഇത് അതിൻ്റെ റിമൈൻഡിങ് അന്നത്തെ സ്വീകരണമൊന്നോ അല്ലെങ്കിൽ നമ്മൾ ആര് വന്നാലും സ്വീകരിക്കുന്ന നാടാണെന്നോ എന്നൊക്കെ പറഞ്ഞ് ചെയ്താൽ മതി. ഒരു 5 ദിവസം ഫുൾ ബിസി ആവുന്ന കാര്യങ്ങൾ. നാട് വിഷയമേ അല്ല. ഈ ടൂറിസ്റ്റ് ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് പറയുന്നത് ഈ ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ യാത്ര ചെയ്യുക. വിമാന ടിക്കറ്റ് ഏറ്റവും ചിലവ് കുറയുക, പിന്നെ ആഹാരം, റൂം എന്നിവ ചിലവ് കുറയുക. അവിടത്തേക്കാണ് ഇപ്പോൾ ആൾക്കാർ യാത്ര ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ അന്ന് ആ ടൗണിൽ ഹോച്ച്മൻ്റെ കൂടെ ജനങ്ങൾ ഒത്തുചേർന്നത്, അതിൻ്റെയൊക്കെ ഫോട്ടോസാണ്. ആ പഴയ മാധ്യമങ്ങളിൽ വന്ന ഫോട്ടോസ്. അതിങ്ങനെ വോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വിയറ്റ്നാം യുദ്ധം നമ്മൾ ബാക്കിയുള്ള പോലെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. വിയറ്റ്നാം ഹോച്ച്മൻ സിറ്റിയുടെ യുദ്ധം എന്ന് പറയുന്നത്, ഹോച്ച്മൻ്റെ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ക്യൂബ ഒരാൾക്കാർ ആ സമയത്തുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നിർണായക യുദ്ധം തന്നെയാണത്. എൻ്റെ അറിവ് വെച്ച് പറയണ കേട്ടോ, ശരിയാവണമെന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കി പറയുന്ന ആളുമല്ല. ഇത്രയേ ഉള്ളൂ. ഇതിന് ഇങ്ങനെ ആൾ വരിക. ഇതൊരു ഈ വിയറ്റ്നാമിൻ്റെ ഹോച്ചിമൻ സിറ്റിയിൽ വരുന്ന ആളുടെ ഒന്നാമത്തെ കാരണങ്ങളാണ്. ആദ്യത്തെ കാരണം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ടൂറിസ്റ്റ് വരാനുള്ള കാരണം തോന്നുന്നുണ്ടോ? ടൂറിസം എന്ന് പറയുന്നത് ഇതല്ല. ടൂറിസം എന്ന് പറയുന്നത് ഇന്ന് രാത്രി വീഡിയോ ഇടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഇവിടുത്തെ ജനങ്ങൾ പൊതുവേ സാധാരണ രീതിയിലും ആ അളവിലുള്ള ഡ്രസ്സൊക്കെ തന്നെയാണ് ഇടുന്നത്. നമ്മളവിടെ പിന്നെ ഓരോ പോസ്റ്റിലും സ്പാന്നും ഒക്കെ ബോർഡ് ഒട്ടിച്ച് രഹസ്യമായിട്ട് ചെയ്യുന്നു. ഇവിടെ മസാജ് എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. നമ്മളെ നാട് അങ്ങനെ വലിയ പരിശുദ്ധമായൊരു നാടായിട്ടൊന്നും കണക്കാക്കണ്ട. വാർ ക്രൈം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ സമയത്തുള്ള കുറ്റകൃത്യങ്ങളായിരിക്കാം. ഒരു റൂമിൽ ഇത് അടിപൊളി, നല്ല തണുത്ത് കിടപ്പുണ്ട്. ആണ് അവരെ കൊണ്ടുപോയതും നമ്മളൊന്നും യുദ്ധം
യുദ്ധങ്ങൾ ഫേസ് ചെയ്യാത്ത രാജ്യമാണ് നമ്മളെ കേരളമൊക്കെ. യുദ്ധങ്ങൾ ഫേസ് ചെയ്ത രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങൾ നേരിട്ട ആൾക്കാരാണ് ഇന്നത്തെ ലോക നേതാക്കൾ. അന്നത്തെ യഥാർത്ഥ ഫോട്ടോസൊക്കെ പക്ഷെ നമുക്ക് ഈ റൂമിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ. ആ യുദ്ധത്തിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് വരുന്നുണ്ട്. ആൾക്കാരുടെ ആ ഒരു കഷ്ടപ്പാട് ഈ റൂമിലോട്ട് വരുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട്. ഫുള്ള് സായിപ്പൂട്ടികളാണ്. ഇത് ഇന്ത്യ. അത് കണ്ടോ, ഒരു 11 മണി ആവുന്നതേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇത് അന്നത്തെ വെടിയുണ്ടയുടെ പാർട്സൊക്കെയാണ് കേട്ടോ. അതിൻ്റെ പാർട്സ് അല്ല, ഇതിലൊക്കെ ഇങ്ങനെ അന്ന് വീണ ഇതിലൊക്കെ ഒന്ന് തൊടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഏതോ നാട്ടിലുള്ള ഞാൻ വന്ന് ഈ നാട്ടിൽ വന്നിട്ട് ഇതിലൊന്ന് തൊടുക, ഇതിലൊന്ന് കൈ ഓട്ടിക്കുക, ഇതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ നാടും ഈ നാട്ടിൽ വന്ന് ഇത് കാണുക, ഈ എത്രയോ വർഷം മുമ്പ് വന്ന് തകർന്ന് വീണ വെടിയുണ്ടയുടെ പാർട്സിൽ നമ്മൾ തൊടുക, അതിൻ്റെ അടുത്ത് നിൽക്കുക, ഇതൊക്കെ ഒരു 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 നമ്മൾ നിസ്സാരമാക്കി കാണണ്ട കേട്ടോ. ഇതൊക്കെ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആ വെടിയുണ്ട, അന്നത്തെ വെടിയുണ്ടയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. എന്നെ ഇത് വല്ലാണ്ട് ഒരു ഫീലോട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ തൊട്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറും കൂടെയാണ്. ഇതിൽ തൊട്ടപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി കേട്ടോ. നമുക്കൊക്കെ ഇത് സാധിക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും പറ്റും കേട്ടോ. അതിൻ്റെ സമയം വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. മറ്റ് രാജ്യങ്ങൾ പോവുക, ഇത് കാണുക, ഇതൊക്കെ എല്ലാ മനുഷ്യനും പറ്റും കേട്ടോ. അതിൻ്റെ സമയങ്ങൾ കാത്തിരുന്നാൽ മതി. പിന്നെ നമ്മുടെ മാനസികമായിട്ട് നമുക്കൊരു ഇതുണ്ടാവണം. നമുക്ക് ഇങ്ങനെയൊക്കെ പോകണം, ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളതിൽ നമുക്കൊരു തോന്നലും കൂടെ ഉണ്ടാവണം. ഇതൊക്കെ കാണാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ, ഈ ഫോട്ടോസൊക്കെ. ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയ ഇതെല്ലാം കാണുമ്പോൾ കുറച്ച് ഇത്ര ബുദ്ധിമുട്ടിയ രാജ്യങ്ങളാണ്. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഇത്ര ബുദ്ധിമുട്ടി ഏറ്റവും താഴ്ന്ന ഏറ്റവും പ്രതിസന്ധികൾ കൂടെ വന്ന രാജ്യങ്ങളാണ്. നമ്മൾ വലിയ പ്രതിസന്ധികളൊന്നും അനുഭവിച്ചിട്ടില്ല കേരളമൊന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ വയനാട് ഉരുൾപൊട്ടലായിരിക്കാം. പക്ഷെ അത് എത്രത്തോളമാണ് നമ്മൾ ജനങ്ങൾ അതൊരു വലിയ വൈകാരികമായിട്ട് എടുത്തെന്നുള്ള അറിയില്ല. അത് ജനങ്ങളത്ര വലിയ പിരിവൊക്കെ എടുത്ത് വീടൊക്കെ വെച്ചു കൊടുത്തു. എത്രത്തോളമാണ് നമ്മുടെ ഒരു പൊതു സങ്കടമായിട്ടെടുത്ത എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ തൊട്ടടുത്താണ് ഏകദേശം ബോഡികളൊക്കെ കിട്ടിയത്, എൻ്റെ വീട്ടിനടുത്തൊക്കെ. പക്ഷെ അത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ വൈകാരികത എത്ര ഉണ്ട്. 2, 3, 4 വർഷം കഴിഞ്ഞിട്ട് ഇന്നും മറ്റേ പൊല്ലാമ പട്ടാളക്കാർ മരിക്കുന്നതിൻ്റെ സ്റ്റാറ്റസ് വളരെ ദുഃഖത്തിലൊക്കെ ഇടും. വയനാട് ദുരന്തത്തിൻ്റെ നമ്മൾ എത്രത്തോളമാണ് ആ ദിവസം കേരളം ഓർമ്മിച്ചതെന്നും കേരളം അത് എത്രത്തോളമാണ് അത് മുന്നോട്ട് കൊണ്ടുപോയെന്നോ. വീടൊക്കെ വെച്ചു കൊടുത്തു കേട്ടോ, എല്ലാവരും വീടൊക്കെ വെച്ചു കൊടുത്തു അവർക്കൊക്കെ. പക്ഷേ നമ്മളൊരു പൊതു ദുരന്തമായിട്ട് നമ്മളത് എത്രത്തോളമാണ് കാണുന്നറിയില്ല കേരളം. ഈ ഫ്ലോറിൽ വന്നപ്പോൾ സത്യമായിട്ട് നമുക്കൊരു മാനസിക പ്രയാസം തന്നെയാണ് കേട്ടോ. എല്ലാം തോക്കുകളൊക്കെ ഉണ്ട്, എല്ലാം ഒറിജിനൽ തോക്കുകളാണ്. ഇതൊക്കെ വെറൈറ്റിയാണ്, എല്ലാം ഒറിജിനൽ തോക്കാണ്. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു സൗണ്ട് കൊടുക്കുന്നുണ്ട്, വെടിവെക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ. പക്ഷെ എനിക്ക് വീണ്ടും പറയാമല്ലോ, അത്
അത് തുടങ്ങുമ്പോഴത്തേക്ക്, അതായത് എത്രയോ വർഷം മുമ്പ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അന്ന് യുദ്ധം ചെയ്ത് തകർന്ന് വീണ ആ ഒരു പ്രതലത്തിൽ അതിൻ്റെ ഒരു പാർട്സിൽ കേരളത്ത് വാഴക്കാട് ജീവിക്കുന്ന എനിക്ക് വന്ന് തൊടാൻ സാധിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ഒരു രോമാഞ്ചം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഈ തൊടുമ്പോഴത്തേക്ക് ഇത് അന്ന് അവരിറക്കിയ അവർ ജയിച്ച മദർ എന്ന് പറഞ്ഞിട്ട് ആ വെടിയുണ്ടല്ലാത്ത അന്നൊരു മൊമെൻ്റ് അവർ ഇറക്കിയതാണ്. ഇത് 1983 93 കാലയളവിൽ, അതായത് ഒരു 10-40 വർഷമേ ആവുന്നുള്ളൂ ഈ വലിയ പ്രതിസന്ധികൾ അവർ നേരിടുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് ഇത്രയും വലിയ വിജയങ്ങളിലോട്ട് അവർ വന്നിരിക്കുന്നത്. നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ എന്താ നമ്മുടെ നാട്ടിൻ്റെ ഒരു വളർച്ച താഴോട്ടാണ്, ദിനം പ്രതി താഴോട്ടാണ്. ഗൾഫ് പൈസ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട് കുറച്ച് പളവളപ്പുണ്ട്. ഈ നമ്മുടെ വിയറ്റ്നാം യുദ്ധം നിയന്ത്രിച്ചത് അതിൽ പോരാളികൾ മെയിൻ പെൺകുട്ടികളാണ്. ഇപ്പോഴും വിയറ്റ്നാമിൻ്റെ വിജയങ്ങളിൽ അത് ബിസിനസ് ചെയ്യുന്നതൊക്കെ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് മതിപ്പ് കൊടുക്കുന്ന രാജ്യമാണ് കേട്ടോ. ഒന്നും പറയാനില്ല കേട്ടോ. ഇത്രയും വലിയ ദുരന്തങ്ങളിൽ നിന്നവർ ഈ ചെറിയ വർഷം കൊണ്ട് ഇവരൊക്കെ ഈ മാറ്റങ്ങൾ വരുത്തിയെടുത്തില്ലേ. വിയറ്റ്നാം ഇപ്പോൾ ഒരു ഭയങ്കര സിറ്റിയാണ്. ഇവിടെ ഈ വൈകുന്നേരങ്ങളിൽ കോഫി ബാറിലെ കോഫി ഷോപ്പിലാണ് ഇവിടുത്തെ ആൾക്കാരുടെ സാധനങ്ങൾ. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. കോഫി ഷോപ്പൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ജീവ നിലവാരമാണ് ഇവിടുത്തെ ആൾക്കാരുടെ. ഇതൊക്കെയാണ് ഹീറോ, ഇതൊക്കെയാണ് നേതാക്കന്മാർ. എന്തെങ്കിലുമൊക്കെ ഡൂപ്പ് അടിച്ചിറക്കുന്ന ആൾക്കാരല്ല. ഇതാണ് ഹോച്ചി ടണൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ടണലുണ്ട്. ഈ ടണൽ ഒരു യുദ്ധത്തിന് ഭയങ്കരമായിട്ട് വിജയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നോക്കാം. പെൺകുട്ടികൾ ഇന്നും ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് പെൺകുട്ടികൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. ഇവിടുത്തെ മെയിൻ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു കൺട്രോൾ ഇവിടുത്തെ പെൺകുട്ടികളാണ്. ഇത് ഈ ഓഫീസിലെ ട്രഡീഷണലാണ് ഡ്രസ്സ് ഇട്ട് നിൽക്കുകയുള്ളൂ. ഈ നാട്ടിൻ്റെ ഉയർച്ചയ്ക്ക് പെൺകുട്ടികൾ വഹിച്ച പങ്ക് ഇന്നും അവരുടെ പങ്ക് ഭയങ്കരം തന്നെയാണ്. ഏകദേശം ഇവിടുത്തെ കച്ചവട ഏരിയ മൊത്തം അവരുടെ കയ്യിലാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ കൺട്രോൾ ചെയ്യണവരാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റാഫല്ല അവിടെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കയ്യിലാണ്. ആണുങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പോലീസിൽ 50% മേറിൽ കാണുന്നതിൽ പകുതി കൂടുതലും പെൺകുട്ടികളാണ്. ഈ നാട്ടിൻ്റെ പുരോഗതിക്ക് പെൺകുട്ടികൾ വച്ച പങ്ക് ചില്ലറ എന്നല്ല കേട്ടോ. നമ്മളവിടെ രാഷ്ട്രീയ പാർട്ടികളിൽ പെൺകുട്ടികളുണ്ട്. അത് മറ്റേ കോട്ട തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പെൺകുട്ടികൾ ഉണ്ടെന്നുള്ളതിൽ കോട്ട തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് ഞാൻ ഒന്ന് പാർട്ടിയിൽ പേരൊന്നും പറയില്ല. ഒരു നമ്മുടെ അവിടെ കോഴിക്കോട് ഒരു കൊച്ചുകുട്ടി ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ആ പാർട്ടി തന്നെയുള്ളൊരു പ്രായ ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവിടെ കേട്ടപ്പോൾ ഇന്ന് മാറ്റമുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികൾ മാറ്റമുണ്ട്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. നമ്മളെ പെൺകുട്ടികളൊക്കെ ആൾക്കാരൊക്കെ പുലികളാണ്. പക്ഷെ അവർക്ക് അതിനുള്ള പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല. നമ്മുടെ അവിടെ കഴിവുള്ളവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. അവിടെ ജാതിയുടെ പേരിലൊക്കെ ഈ ഓരോ മതത്തിൻ്റെ സംവരണം പറഞ്ഞുകൊണ്ട് കഴിവുള്ളവർ പുറത്തു ആവുന്നുണ്ട്, കഴിവില്ലാത്തവരൊക്കെ ഓരോ പൊസിഷനിലാവുന്നുണ്ട്. ചില ആൾക്കാർക്കൊക്കെ നമ്മൾ സാറേ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അങ്ങ് രോമാഞ്ചം, ഒരു പണിയെടുക്കില്ല. ഒരു 2 വട്ടം കൂടെ നമ്മൾ സാറേ എന്ന് വിളിക്കുക, എന്നിട്ട് ഞാൻ ചെയ്യുക എന്നുള്ള ഒരു ബോധ്യമാണ്. വിയറ്റ്നാം യുദ്ധകാലത്തെ ഫോട്ടോഗ്രാഫേഴ്സാണ്. അവരവരെ ഇവർ
ഇത്രയും മാറ്റങ്ങൾ നേതാക്കന്മാർ മെയിനാണ്. അവർ നമ്മുടെ തീരുമാനമെടുക്കും. നമ്മളവിടെ അതിപ്രസരമാണ് രാഷ്ട്രീയക്കാർ, മതക്കാർ. ഞാനേ ഈ ഒരു ലോങ് നീണ്ടു ഈ കസാക്കിസ്ഥാൻ എന്നൊരു രാജ്യത്ത് പോയിരുന്നു. കസാക്കിസ്ഥാനിൽ ഹോച്ച്മൺ സിറ്റിയിലെ വാർ മ്യൂസിയത്തിൻ്റെ ഇതാണ്. രാജ്യത്ത് പോയപ്പോൾ അവിടെ ഡിസംബർ 26-ാം തീയതി അല്ല ക്രിസ്മസ്, ജനുവരി 5-ഓ 6-ഓ എന്താണ് അവിടെ ക്രിസ്മസ്. ആ മുസ്ലിം രാജ്യമാണ്. അയ്യോ, ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആഘോഷം. 5-ാം തീയതി മുതൽ തന്നെ ആഘോഷം തുടങ്ങി. അപ്പോൾ എനിക്ക് സംശയമായിരുന്നു, അവിടെ ന്യൂ ഇയറൊക്കെ നല്ല ആഘോഷിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് സംശയമായിരുന്നു മുസ്ലിം രാജ്യമാണോ എന്ന്. അവിടെ അമ്മാതിരി ആഘോഷം. പക്ഷെ അതേ സമയത്ത് തന്നെ ഞാൻ നിൽക്കുമ്പോഴാണ്, ഒരു 2 വർഷം എന്തോ ആവും ഞാൻ അവിടെ പോയിട്ട്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇവിടെ ഏതോ രാഷ്ട്രീയ നേതാവ് ഒരിടത്ത് പോയി കേക്ക് മുറിച്ച് കഴിച്ചതിന് നമ്മുടെ മതത്തിൽപ്പെട്ട മെയിൻ ആൾക്കാർ, ദൈവത്തിൻ്റെ പുത്രന്മാർ, അവർ ഈ കേക്ക് മുറിച്ച് കഴിച്ചതിന് പ്രശ്നം പറഞ്ഞു. കഴിക്കാൻ പാടില്ല, ഇയാൾ മതത്തിന് വെളിയിലായി, അത് നല്ല ഒരു മെസ്സേജ് അല്ല കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങളത് കേക്ക് മുറിച്ചത് തിരിച്ച് അതിനെ ഛർദ്ദിച്ച് കളയണമെന്ന് പറഞ്ഞിട്ട് തിട്ടൂര് ഇറക്കി. നമ്മുടെ നാട് അങ്ങനെ ആയിപ്പോയി. നമ്മുടെ നാട് മതത്തിൻ്റെ അതിപ്രസരമാണ്. മതം എല്ലാ രാജ്യത്തും ഉണ്ട്, പക്ഷെ നമ്മുടെ മതത്തിൻ്റെ അതിപ്രസരമാണ്. ഒരു വൃത്തിയട്ട മത പ്രവർത്തകരും മതത്തിൻ്റെ ദൈവത്തിൻ്റെ പുത്രന്മാരും പെൺകുട്ടികൾ കേട്ടോ. പെൺകുട്ടികൾ വിയറ്റ്നാമിൻ്റെ അന്നുള്ളതിലും ഇന്നും അവർ വഹിക്കുന്ന പങ്ക് ചില്ലറയെന്നല്ല. വിയറ്റ്നാമിൻ്റെ മുത്തുള പെൺകുട്ടികൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഞാൻ പറയാം, ജെൻസി പെൺകുട്ടികൾ, ഇവരുടെ മാറ്റമാണ് നമ്മുടെ നാട് മാറുള്ളൂ. അല്ലാതെ എന്നിരുന്നാലും ഇന്ന് രാത്രി ഉഗ്രം വീഡിയോ ഇടുന്നുണ്ട്. ടൂറിസത്തിൻ്റെ ഉച്ചന്നാവസ്ഥയിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടോ? ഇവിടെ ഒന്നും ടൂർ വരുന്നവരൊന്നും ചെറുപ്പക്കാരല്ല. അതോ ഈ ഏജ് കണ്ടോ? ഇവിടെ ആഘോഷങ്ങൾ മൊത്തം എല്ലാം നമ്മളവിടെയാണ് ഈ ചെക്കന്മാരുടെ കളി. ഇവിടെ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ജീവിതം ആസ്വദിക്കുന്നത്. ഇവിടെ എല്ലാ സ്ഥലത്തും കേട്ടോ. രാത്രിയൊക്കെ വീഡിയോ എടുത്ത് അയച്ചിടാം. ഹോച്ച്മൺ സിറ്റിയുടെ മസ്റ്റ് വിസിറ്റ് 1-ാം സ്ഥാനത്തിരിക്കുന്ന വാർ മ്യൂസിയം. ഇതൊക്കെ ഇമ്മാട്ടിൽ നിന്ന് പിടിച്ചെടുത്താൻ തോന്നട്ടോ. US നിന്ന് അമ്മ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. കാരണം US പേരൊക്കെയാണ് കിടക്കുന്നത്. ഇതാണ് കേട്ടോ വാർ റിമെയിൻ മ്യൂസിയം, ഹോച്ച്മൺ സിറ്റി. അങ്ങനെ ഹോച്ച്മൺ സിറ്റിയുടെ ജയിലൊക്കെയാണ് കേട്ടോ. അന്ന് ജയിലാണ്. ഇതിങ്ങനെ കണ്ടോ? ഇത് ഇവിടെ കൊണ്ട് കഴുത്ത് കൊണ്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കഴുത്തടയ്ക്കും. ഇങ്ങനെ ആളെ നീട്ടി കിടത്തിയിട്ട് കഴുത്തടച്ചതിന് ശേഷം ആ സാധനം കണ്ടോ, അതിനെ നേരെ ഇട്ടെടുക്കും. തല മാറിപ്പോവും. എന്നിട്ട് ഈ ബോഡി ഇതിലാക്കി കൊണ്ടിടും. ഇത് കണ്ടോ? ഇത് ഈ കൂട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടേക്കും. ഇതൊക്കെ ഭയങ്കരം തന്നെ കേട്ടാ. നമ്മുടെ 2-ാം ലോകമായ യുദ്ധം എന്നൊക്കെ പറയണത്, അന്നത്തെ ക്രൂരത എന്നൊക്കെ പറയണ ചില്ലറ എന്നല്ല. നമ്മൾ യുദ്ധം ഫേസ് ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും കേരളത്തിനില്ലല്ലോ. ഭയങ്കര അതിൻ്റെ ഒരു അന്നത്തെ സാധനം തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നതൊക്കെ. എല്ലാം സായിപ്പ് കുട്ടികളാണ്. ഇവിടെ നമ്മുടെ ഈ 30 വയസ്സോ അതിന് താഴെയുള്ള ചെക്കന്മാരുടെ ബഹളങ്ങളൊന്നും കാണാൻ പറ്റില്ല. അത് ഒരു രാജ്യങ്ങളും കാണാൻ പറ്റില്ല. അവരൊക്കെ വല്ല സ്ഥലങ്ങളിൽ പഠിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പോലെ ഒക്കെയാണ്. ഇതാണ് അതിനുപയോഗിച്ചിരുന്ന ആയുധം.
ഈ ജയിലിൻ്റെ അകത്ത് ഇങ്ങനെ ലോക്കാക്കിയിടും, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ലോക്കാക്കിയിടും. അതിൻ്റെ നാച്ചുറൽ ഫോട്ടോ, അതിൻ്റെ ഒരു പ്രതിമയാണ് ഇപ്പോൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് അന്നെടുത്ത ഫോട്ടോസാണ്. ഇതൊരു ജയിലാണ്. ഈ 50 വർഷത്തിനുള്ളിൽ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു രാജ്യമാണ് ഇന്ന് കാണുന്ന ഇത്രയും ക്ലാസ് രാജ്യമായിട്ട് മാറിയിരിക്കണം. ഇത് കണ്ടോ, പിള്ളേരൊന്നും ഒരിടത്ത് കാണില്ല, സായിപ്പ് കുട്ടികളാണ്. ഇന്ന് ഇത്രയും പുരോഗതി നിൽക്കുന്ന രാജ്യമാണ്. ഇത് അന്നത്തെ വെടിയുണ്ട്, ബീരങ്കി, ആ സാധനങ്ങളൊക്കെയാണ്. മിസൈൽ എല്ലാം ഒറിജിനലാണ് കേട്ടോ, എല്ലാം ഒറിജിനലാണ്. ഇതിങ്ങനെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇതോടെ കഴിഞ്ഞ ശേഷം ഇവിടെയൊക്കെ വന്നിരുന്ന് കുറച്ചേരം ഇരിക്കലാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ യുദ്ധം ഇഷ്ടമൊന്നുമല്ല, അന്നത്തെ ഈ യുദ്ധ സമയത്തൊക്കെ വന്ന് വീണ സാധനങ്ങൾ ഇവരിവിടെ മ്യൂസിയമായിട്ട് കൊണ്ടുവച്ചേക്കുന്നതാണ്. പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് എത്താൻ പറ്റുക, എനിക്കത് തൊടാൻ പറ്റുക എന്ന് പറയുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ട്. ഇത് ഇവിടെ ഒന്നും ചെറുപ്പക്കാരെ കാണില്ല. അവർ പഠനവും കാര്യങ്ങളായിട്ട് യശർത്താക്കൾ ഓരോ സ്ഥലത്താക്കിയിട്ടുണ്ടാവും. അതോ ഈ വടിവെച്ച് ചെയ്യണ പരിപാടികളൊക്കെ അവിടെ വീഡിയോ കാണിക്കും. എന്നിട്ട് 40 വയസ്സ് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ബിസിനസ്സിലും ജോലിയിൽ നിന്നൊക്കെ റിട്ടയർമെൻ്റ് എടുക്കും. ബിസിനസ് ആണെങ്കിൽ അതിലൊരു മിഷനറി ആക്കിയിരിക്കും, ജോലിയാണെങ്കിൽ അതിൽ നിന്ന് മാറിയിരിക്കും. ബിസിനസ്സാണ് കൂടുതൽ. എന്നിട്ട് അവർ ഫാമിലിയാണ് കേട്ടോ എവിടെ പോയാലും. അത് ഇന്ത്യൻസ് അങ്ങനെ തന്നെയാണ്. ബാച്ചിലറൊന്നും അങ്ങനെ വരലെന്നില്ല. അല്ല പട്ടായ അവിടെ ഇവിടെയൊക്കെ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ വന്ന് കറങ്ങുന്നതല്ലാതെ എല്ലാ സ്ഥലത്തും ഫാമിലീസാണ്, കുട്ടികളും ഭാര്യയും. ഇന്ത്യൻസും ഫാമിലീസ് തന്നെയാണ് യാത്ര ചെയ്തത്. അല്ല ചെറുപ്പക്കാർ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ടൂറിസ്റ്റ് പ്ലേസ് ഇല്ല നമ്മുടെ ബീച്ചിൽ. അവിടെയൊക്കെ വന്ന് കാണിക്കുന്ന ബഹളങ്ങളല്ലാതെ നമ്മുടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അവർ ചെറുപ്പക്കാരുടെ സമയമാണെന്നാണ് അവർ പറയണത്. നൈറ്റ് ലൈഫ് മീൻസ് ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും വലിച്ചു കയറ്റാനും ഒക്കെ ഉള്ള ഇതായിട്ടാണ് അവർ കാണുന്നത്. ഒരു മാനവീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് വരണം തുടങ്ങി. ഇതെന്താ ഗവൺമെൻറ്റിന് അറിയില്ല കഴിവില്ല, അതെന്താണ് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് അറിയില്ല. മാനവീയം എന്ന് പറഞ്ഞ് തുടങ്ങി അവിടെ കഞ്ചാവ് വലിക്കുന്നവന്മാരുടെയും കള്ളുകൂടിയന്മാരുടെ സ്ഥലമാക്കുക. എന്നിട്ട് കഞ്ചാവും കള്ളുകൂടിയും വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ മാത്രം ഒരു കേന്ദ്രമാക്കി മാറ്റുക, അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക, അതിന് സ്വാതന്ത്ര്യം എന്ന് പറയുക. ഇതൊക്കെ എങ്ങനെ ശരിയാവുക? ഇതെല്ലാം പ്രൊഫഷണലിസമാണ്. ഇതിപ്പോൾ അതൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൊഫഷണലിസമാണ്. എന്ത് കാര്യങ്ങളും അതിൻ്റെ വൃത്തിക്ക്. ഇതാ എവിടെ ഇതാ ആ താഴെ ആ ഫോട്ടോസും ആ 3D ആയിട്ട് വരും. മേളിൽ നിന്ന് ഈ ഇതാ ഇവിടെ നിന്നാണ് അത് വരുന്നത്. ഇതോ ആ പോയത് കണ്ടോ, പ്രായം കണ്ടോ? നമ്മുടെ ഇവിടെ 50 വയസ്സായ ആൾക്കാരൊക്കെ വയസ്സായി, പിന്നെ മാറിക്കൊടുക്കൂ. നിങ്ങൾ എന്തിനു കൊള്ളാം എന്നുള്ളത് നമ്മളങ്ങ് മാറുക. നമ്മൾ തന്നെ പ്രായമായെന്ന് കണക്കാക്കുക. നമുക്ക് വേണ്ടിയാണ് ഈ ഭൂമിന് ഉരുള്ളത്. അതായത് പിള്ളേർ നമ്മുടെ നാട് പടുത്തുയർത്തട്ടെ. നമുക്ക് ഇപ്പോൾ പടുത്തുയർത്ത നാട് ആസ്വദിക്കാം, നമ്മൾ ആഘോഷിക്കാം. അവർ പടുത്തുയർത്തട്ടെ. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമിയാണ്. രണ്ടുപേരും യുദ്ധം ചെയ്ത് USA അടക്കണം. അമേരിക്കയും വിയറ്റ്നാമാണ് യുദ്ധം ചെയ്തത്. ചോദിക്കണമെന്നുണ്ട്, പക്ഷേ വേണ്ട, സമയം കളയണ്ട. ആൾക്കാർ വരുന്നുണ്ടോ? ഏജ് ഉണ്ടോ? ഇല്ല, ആഘോഷം. ഇന്ത്യ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ടൈമായി വന്നേ ഉള്ളൂ. ഇനി കുറച്ച് സജീവോ അതൊക്കെ ഇന്ത്യ മീൻസ് നമ്മുടെ തമിഴ്നാടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലെ വാർ റിമൈൻഡിങ് മ്യൂസിയത്തിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ അടുത്ത പോണത് ഇവിടുത്തെ രണ്ടാമത്തെ ഏറ്റവും മെയിൻ പോസ്റ്റ് ഓഫീസ്. അവിടെ ഈ യുദ്ധകാലത്തൊക്കെ അവിടെ മെയിലും അത് ഇതൊക്കെ പോയ പോസ്റ്റ് ഓഫീസ് എന്നാണ് പറയണത്. പോയി നോക്കാം.